എൻ്റെ പേര് ജെൻസി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ ഒരു യാക്കോബായ സഭാംഗമാണ്. എൻ്റെ അമ്മ അത്ഭുത ജപമാല കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ കണ്ടു തുടങ്ങി. എൻ്റെ സഹോദരന് കൈയിൻ്റെ മസിൽ കട്ടായി പോയി. അതിന് സർജറി വേണമെന്ന് പറഞ്ഞു. 3 സർജറി വേണമെന്ന് പറഞ്ഞു. 3 സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആകെ പേടിച്ച് ഈ ജപമാല കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് 30 അവൻ സർജറിക്ക് പോയി. പക്ഷേ സർജറി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, 8 ഇഞ്ചക്ഷൻ മതി എന്ന് പറഞ്ഞു. ആ 8 ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഇഞ്ചക്ഷൻ എടുത്തു പോന്നു. പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു ഇഞ്ചക്ഷൻ വേണ്ട, 8 ഫിസിയോതെറാപ്പി മതി എന്ന് പറഞ്ഞു. അതിലൊരു ഫിസിയോതെറാപ്പിക്ക് ചെന്നപ്പോൾ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി വേണ്ട, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് അവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പം അമ്മ ഈ ജപമാല കണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം അമ്മ എന്നോട് നിർബന്ധിച്ച് പറയും നീയും കണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിന് അമ്മേനെ പേടിച്ച് ഞാൻ കണ്ടു തുടങ്ങി. അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 20 വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. 2 ഡിസ്ക് ഡാമേജ് ആണ്. ഇനി അതൊന്നും നന്നാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുത ജപമാല അച്ഛൻ പറഞ്ഞു അസ്ഥി രോഗികളെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അത് ഞാനൊന്നായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നീട് എനിക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റി. എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ എല്ലാ ജോലിയും ചെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു നല്ലൊരു ജോലിയും തന്നു. ഞാൻ ഫെബ്രുവരി 9 ജോലിക്കും ജോയിൻ ചെയ്തു. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ 12 വർഷമായിട്ട് ചെള്ളിൻ്റെ ശല്യമായിരുന്നു. ചെറിയ പ്രാണി. ആ പ്രാണി ഭയങ്കര ശല്യമായിരുന്നു. ഇങ്ങനെ കൂട്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ട് രാവിലെ ആയി കഴിഞ്ഞാൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കും ഇതിൽ നിന്നൊരു മോചനം തരണേന്ന് അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഇപ്പോൾ ചെള്ളുമില്ല, അതിൻ്റെ ഒരു ഉപദ്രവവും ഇല്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ വലിയ 3 സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.